ഡോക്ടർ മോഹൻ വർഗീസ്. 2 ദിവസം മുൻപാണ് നമ്മൾ ഇതുപോലെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയ്ക്കായി ഇരുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ മാറിയില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി രക്തരൂഷിതമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഇറാൻ്റെ ആക്രമണവും ഇസ്രായേലിൻ്റെ മറുപടിയെയും ഒക്കെ കാണുന്നത്? ഈ ലെബനനെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാന് അതിനോടുള്ള ഒരു പകപോക്കൽ എന്ന നിലയിൽ കൂടിയാണല്ലോ ഇറാൻ്റെ ആക്രമണത്തെ കാണേണ്ടത്. ലെബനീസ് പ്രധാനമന്ത്രി നവാഫ് സലോം പറഞ്ഞിരിക്കുന്നത് 3500 എയർ സ്ട്രൈക്സ് ഉണ്ടായി എന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യങ്ങളെ കാണുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഈ സാഹചര്യങ്ങൾ സങ്കീർണതയിൽ നിന്നും കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നതല്ലാതെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ അന്തരീക്ഷത്തിൽ എങ്ങും കാണാനില്ല. വെടിനിർത്തൽ എന്ന ഒരു പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുന്നു. എത്രത്തോളം ദുർബലമാണ്, ഫ്രജൈലാണ് ഈ പീസ് പ്രോസസ്. അല്ലെങ്കിൽ വെടിനിർത്തി എന്ന് പറയുമ്പോൾ നിർത്തിയെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുമ്പോൾ തുടരുമെന്നോ അർത്ഥമില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേണം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉരുത്തിരിഞ്ഞു വരുന്ന ലേറ്റസ്റ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ആ പശ്ചാത്തലത്തിൽ വേണം കാണാൻ. നോക്കൂ, ഇറാൻ എന്ന രാജ്യത്തെ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും എന്നതാണ് ഒരു കാര്യം. ഇപ്പം നിരന്തരമായി ഈ ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കൂ. ഇറാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ലെബനനിൽ ആക്രമണം നടത്തരുത്. ഇസ്രായേലിനോടായിട്ട് പറയുകയാണ്, വലിയേട്ടനായി അമേരിക്കയോടും പറയുകയാണ്, ഇസ്രായേൽ ലെബനനിൽ കടന്നുകയറ്റം തുടരുകയാണെങ്കിൽ തങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാവും. അവരുടെ ഏക കണ്ടീഷൻ, മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, ആണവ ചർച്ചകൾ തുടരാം, അതിനെതിരല്ല ഇറാൻ. അതുപോലെ ഹോർമുസ് തുറക്കുന്നതിനെക്കുറിച്ച് മൈൻഡ് ഓപ്പൺ ആണ്. പക്ഷേ ഇസ്രായേൽ ഷുഡ് സ്റ്റോപ്പ് എസ്കലേഷൻ ഓഫ് ടെൻഷൻ ഇൻ പാലസ്റ്റീൻ ആൻഡ് ഓൾസോ ഇൻ ലെബനൻ. ഇത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷെ അതിന് തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നിരന്തരമായ ആക്രമണം നടന്നത്. അത് ബെയ്റൂട്ട് നഗരത്തിന് തെക്കൻ പ്രദേശത്തുള്ള ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേപോലെ തന്നെ ലിറ്റനി നദിയുടെ തൊട്ട് തെക്കുള്ള കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. അത് ലെബനൻ്റെ തെക്കൻ പ്രദേശമാണ്. അവിടെ നിന്നുമുള്ള ഹിസ്ബുള്ള താവളങ്ങളിലെ ബോംബ് അല്ലെങ്കിൽ ഫൈറ്റേഴ്സാണ് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിൻ്റെ സുരക്ഷാ വിഷയമാണ്, ശരിയാണ്. അത് ആ രീതിയിൽ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഏതെങ്കിലും ഒരു ഡീൽ സാധ്യമാകണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥ ലെബനനിലെ അട്രോസിറ്റീസ് ഒഴിവാക്കുക, അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങൾ ചർച്ചാ മേശയിലേക്ക് വരില്ല എന്നാണ്. അപ്പം അവിടെ ചർച്ച അട്ടിമറിക്കാൻ എളുപ്പ വഴി എന്താണ്? തുടർച്ചയായി ആക്രമണം നടത്തുക. ഇപ്പം ഇറാൻ അതുകൊണ്ട് പ്രഖ്യാപിത നയമായ ആക്രമണം അതിലേക്ക് തന്നെ തിരിഞ്ഞു. അതാണ് കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്. ഇറാൻ ഇസ്രായേലിനെതിരെ 10 ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഉപയോഗിച്ചു. ഒരുപക്ഷെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൃത്യമായി നമുക്കറിയില്ല. ആൾനാശം കുറവ്, പക്ഷെ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വശം. ഇനി നോക്കൂ, അടുത്ത ലെവൽ എന്താണ്? ഇറാൻ പറഞ്ഞു വെച്ചു, മുൻകാലത്ത് പറഞ്ഞതുപോലെ പറഞ്ഞു വെച്ചു, തങ്ങൾ പ്രത്യാക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപ്പോൾ ഓൾറെഡി ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ കടന്നു ചെല്ലും, ആക്രമിക്കും. ഇത് പറഞ്ഞു വെച്ചു. കാരണം അമേരിക്കയുടെ മെയിൻലാൻഡ് ആക്രമിക്കാൻ ഇസ്രായേലിന് ആ റേഞ്ച് പോരല്ലോ, അപ്പോൾ ഇസ്രായേലിന് സാധിക്കില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി മുൻകാലങ്ങളിൽ ഇറാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും നടത്തി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് ബാബ് എൽ മന്ദേബാണ്. അത് ചെങ്കടലിലേക്കുള്ള പ്രവേശന മാർഗമാണ്. ഇപ്പോൾ ഹൂതികളും മടിച്ചാണെങ്കിൽ പോലും ലേറ്റസ്റ്റായി രംഗത്ത് വന്നു എന്ന് വേണം കരുതാൻ. അപ്പം ഈ പ്രോക്സികളെ കൈവിടാൻ ഇറാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ്. ശരിയാണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിൽ 2 മിസൈലുകൾ ഹൂതികളുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അതെ, അവിടെയാണ് വിഷയം. അതായത് ഇപ്പോൾ ഓൾറെഡി ഹോർമൂസ് ബ്ലോക്ക്ഡ് ആണ്. ലോക വ്യാപാരത്തിൻ്റെ, എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകേണ്ട ചോക്ക് പോയിന്റായ ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതം അസാധ്യമായി മാറിയിരിക്കുന്നു എത്രയോ മാസങ്ങളായി. അതിനുശേഷം ഇപ്പോഴിതാ ലോകത്തിൻ്റെ ആകെ വ്യാപാരത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ ഏതാണ്ട് എണ്ണ മാത്രമല്ല മറ്റു കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് ചരക്ക് നീക്കത്തിൻ്റെ 20% എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ റൂട്ടാണ്. അതായത് ബാബ് എൽ മന്ദേബ് അറബിക്കടലിൽ നിന്നും
ചെങ്കടലിലേക്കുള്ള പ്രവേശന മാർഗമായ ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടൽ പ്രവേശിച്ച് വടക്കോട്ട് സഞ്ചരിച്ച് സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴിയിൽ പ്രവേശിക്കുന്ന ആ ഒരു വ്യാപാര റൂട്ടാണ്. അത് ക്ലോസ്ഡ് ആവുകയാണ് എങ്കിൽ ലോക വ്യാപാരം സ്തംഭിക്കും. യാതൊരു സാധ്യതയുമില്ല. പിന്നെ സുഗമമായി മുന്നോട്ട് പോകാനാവാത്ത ഒരന്തരീക്ഷം വരും. അത് ഹൂതികൾ വിചാരിച്ചാലും കുറേയൊക്കെ നടക്കും. ഇറാൻ്റെ പ്രോക്സീസാണ്. ഇപ്പോൾ ഈ 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി തുടങ്ങിയ യുദ്ധത്തിൽ നേരിട്ട് ഹൂതികൾ പങ്കെടുത്തിട്ടില്ല എന്ന് ഓർക്കണം. മുൻപ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ സമയത്ത് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അനവധി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്നത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴിതാ വീണ്ടും കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. അതിനർത്ഥം ദേ ആർ ഓൾസോ ജോയിനിങ് വാർ ഡയറക്ട്ലി. ഈ ത്രെട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് 2 പോയിന്റുകൾ, അതായത് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഉള്ള ചെങ്കടൽ മേഖലയും സൗദി അറേബ്യയുടെ വടക്കും കിഴക്കുമായിട്ടുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുന്ന ഒരു അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ലാർജർ ചിത്രത്തിൽ ഒന്ന് പകർത്തി വെച്ചാൽ എന്താണ് ധരിക്കുക? മധ്യപൗരസ്ത്യ പ്രദേശത്തേക്കുള്ള എല്ലാ യാത്രാമാർഗങ്ങളും, എല്ലാ ചരക്ക് നീക്കവും, അവിടുന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ ലോകത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? അത് ഗൾഫിൻ്റെ മാത്രം വിഷയമല്ല, ഇന്ത്യയുടെ മാത്രം വിഷയമല്ല, ഇത് അമേരിക്കയുടെയും വിഷയമായി മാറുകയാണ്. അവിടെയാണ് നയതന്ത്രത്തിനും ഒരു പ്രാധാന്യമുണ്ട്. നയതന്ത്രത്തിനും യുദ്ധത്തിനും ഡിഫൻസിനും. അപ്പോൾ ഡിഫൻസ്, വാർ ആൻഡ് ഡിപ്ലോമസി, ഇതിനെല്ലാം തുല്യ ഓപ്ഷൻസ് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സമാനമായ നിലപാടാണ് അമേരിക്കയും എടുത്തിരിക്കുന്നത്. ഇവിടെ ആര് ആദ്യം കണ്ണ് ചിമ്മും? ഇതാണല്ലോ ചോദ്യം. ഒരു വിട്ടുവീഴ്ച ആദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമായി പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ തടഞ്ഞു വെച്ച തുക $12 ബില്യൺ, മറ്റൊരു $12 ബില്യൺ അഡീഷണലായി ഉണ്ട്. $24 ബില്യൺ ഒന്ന് റിലീസ് ചെയ്യൂ. ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയിൽ അതൊന്ന് ലിബറേറ്റ് ചെയ്യൂ, അത് റിലീസ് ചെയ്യൂ. ഞങ്ങളുടെ പണമാണല്ലോ. പുറമെ ഇറാന്റെ ആസ്തികൾ ഏതാണ്ട് $10,000 കോടി വിദേശ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കിയിട്ടില്ല. ഇറാന് കൊടുക്കാനുള്ള തുകയുടെ കാര്യത്തിൽ അവർ നിർബന്ധം പിടിക്കുമ്പോഴും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ കരാറാകാതെ ഒരു തരത്തിലും ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനവും എടുക്കില്ല എന്നാണ്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് അവർക്ക് വേണ്ട അടിയന്തര സഹായം നൽകാൻ വേണ്ടി ഈ മരവിപ്പിച്ച ആസ്തി വകകളിൽ നിന്ന് പണം കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തീരുമാനങ്ങളാണെങ്കിലും പ്രഖ്യാപനങ്ങളാണെങ്കിലും ഒക്കെ സമാധാനം സൃഷ്ടിക്കാനുള്ളതല്ല, പ്രകോപനം സൃഷ്ടിക്കുന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. ഈ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ അത്? തങ്ങളുടേതല്ലാത്ത പണം അത് ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ആ പണം എടുത്തുകൊണ്ട് അമേരിക്ക കൂടെ ചേർന്ന് വരുത്തി വെച്ച യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം അതിൽ നിന്ന് ഈടാക്കും, അതിൽ നിന്ന് അങ്ങ് തട്ടിക്കിഴിക്കും എന്നൊക്കെ പറയുമ്പോൾ യുദ്ധപരിഹാരത്തിന്, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഫോർമുല അവിടെ ഉരുത്തിരിയുന്നില്ല. അപ്പം ഇവിടെയാണ് നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, അമേരിക്കയുടെ നെഗോഷിയേറ്റിംഗ് സ്കിൽസ്. അപ്പം നെഗോഷിയേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ്ലി ട്രംപ് അല്ലല്ലോ. പക്ഷേ ട്രംപ് പറയുന്ന ലൈനിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് പോകാനാവില്ലല്ലോ നെഗോഷിയേറ്റിംഗ് ടീമിന്. അല്ലെങ്കിൽ ജാരഡ് കുഷണർ ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ, അവരെ വിട്ടാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിലപാടുകൾ, 2 ഭാഗത്തെയും നിലപാടുകളിൽ കടുകിട വിട്ടുവീഴ്ച നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ എസ്കലേഷനുള്ള എല്ലാ സാധ്യതയും ഇസ്രായേൽ തുറന്നിടുകയാണ്. അപ്പോൾ ഇത് 2 വശത്തു നിന്നും ചോക്ക് ചെയ്യുകയാണ്. ഇവിടെ ഈ ക്രോസ് ഫയറിനുള്ളിൽ പെട്ട് ഡയറക്ട്ലി അഫക്റ്റഡ് ആയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ശരി, ഞാൻ ഇനി താങ്കളിലേക്ക് ഡോക്ടർ മോഹൻ പിള്ളൈ വീണിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.